തോമസ് ഐസക് മുൻ ധനമന്ത്രി പ്രതികരിക്കുന്നു. ഇന്ന് അദാനിക്ക് ഓഹരി കൈമാറ്റം നടത്തണം. അതിന്റെ ഫലമായിട്ട് 13,000 കോടി രൂപ അവർക്ക് കിട്ടുന്നു. അതിന് കേരള സർക്കാരിന്റെ അനുവാദം കൂടിയേ തീരൂ. രണ്ട് തരത്തില്, ഒന്ന് 3-ാം വകുപ്പ് പ്രകാരം മുൻകൂർ അനുമതി വേണം. രണ്ടാമത്തത് 5-ാം വകുപ്പ് പ്രകാരം ഇപ്പോ ഷെയർ എടുക്കാൻ വരുന്നവർക്ക് തൂത്തുക്കുടി പോർട്ടില് ഒരു ടെർമിനൽ അവരുടെ സ്വന്തമാണ്. അപ്പോ അത് കരാർ ലംഘനമാണ്. അത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുവരെ കേരള സർക്കാർ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോ ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തണം. വരുത്തിയിട്ടത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അഭിപ്രായങ്ങൾ പറയുമ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഇതിന്റെ പ്രാധാന്യത ചിലരും ചിലര് പറയും. അതല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസവും വിവാദമാക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. വിവാദം ഇത് കേരള സർക്കാർ എന്താ അഭിപ്രായം? MSC കമ്പനിക്ക് തൂത്തുക്കുടിയില് അവിടെ ഒരു ബർത്ത് സ്വന്തമായിട്ടുള്ളത്, ബർത്തല്ല ഒരു ടെർമിനൽ സ്വന്തമായിട്ടുള്ളത് കരാറിലുള്ള നിബന്ധനകളിൽ നിന്ന് വ്യത്യസ്തമാണോ ഇല്ലയോ? എന്താ കേരള സർക്കാരിന്റെ അഭിപ്രായം? ഇതൊക്കെ പറഞ്ഞ് ാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വ്യക്തത വരുത്തുന്നു. കേന്ദ്ര കമ്മിറ്റി തീരുമാനമാണ്, തെരഞ്ഞെടുപ്പ് അവലോകനമാണ്. നമ്മൾ എന്താണ് ഔട്ട്കം പ്രതീക്ഷിക്കേണ്ടത്? ഞങ്ങൾ കേരള കമ്മിറ്റി വിശദമായിട്ട് അവലോകനം നടത്തിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാന കമ്മിറ്റികളും ഇതുപോലെ അവലോകനം നടത്തിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി ഇത് പരിശോധിച്ച് കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു പ്രമേയം പാസ്സാക്കും. നേതൃമാറ്റം ഉണ്ടോ? അതിന്റെ എന്താ ഈ പറയുന്നത്? ഒരൊറ്റ കാര്യം കൂടെ, ഈ ദിവ്യ എസ് അയ്യറുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പാർട്ടി രണ്ട് തട്ടിലെന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തുന്നത്. ദിവ്യ എസ് അയ്യരുടെ പോർട്ട് അംബിസാനുള്ള മാറ്റം, അതൊന്നും പ്രധാനപ്പെട്ട ഇഷ്യൂസ്. അതിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഒരു ദിവസത്തെ മാറ്റണോ മാറ്റണ്ടേ? പക്ഷെ മാറ്റുമ്പോ ഇങ്ങനെ ഒരു നേരത്തെ ഒരു തർക്കം ഇത് സംബന്ധിച്ച് അദാനിയുമായിട്ട് അവിടുത്തെ CEO ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുള്ള ചോദ്യം വരില്ലേ? അത് പ്രസക്തമായ ചോദ്യമല്ലേ? അപ്പോ അത് ഇത്ര ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആള്, 1-2 വിഷയങ്ങളിൽ അദാനി കമ്പനിയുമായിട്ട് തർക്കമുണ്ടായിരുന്ന ഒരാള് ആ ഉദ്യോഗസ്ഥയെ പെട്ടെന്ന് മാറ്റുമ്പോൾ ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ? സർക്കാരിന് അവകാശമൊക്കെ ഉണ്ട്, പക്ഷെ ചോദ്യം ന്യായമാണ്. അല്ല, പാർട്ടിയിൽ ഭിന്നത എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് എത്തിയത് തന്നെ KK ശൈലജ ടീച്ചറുടെ ശുദ്ധ നോൺസെൻസ്. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഓക്കെ, ഇതിലെന്താ അഭിപ്രായ വ്യത്യാസം? ഇത് രാഷ്ട്രീയമായിട്ട് വല്ല കാര്യമാണ് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ വേണ്ടി. ഓക്കെ, ശരി. താങ്ക്സ്.